ഹായ് ഹലോ. അപ്പോൾ ഇന്ന് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സബ്ജക്റ്റും എല്ലാ പാഠവും കണ്ടൻറ്റ് മനസ്സിലാക്കി എക്സാമിന് പോവാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മുഴുവനായിട്ട് കാണുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഏകദേശം ഇതുപോലുള്ള മോഡൽസ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. റീഡ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ് അല്ലേ. നമ്മൾ എഴുതുന്നതിൻ്റെ മുന്നേ എന്താണ് ക്വസ്റ്റ്യൻസ് 2 തവണ വായിക്കണം അല്ലേ. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് റൈറ്റ് ആണ്. വാച്ച് ദ പിക്ചർ കെയർഫുള്ളി അല്ലേ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പിക്ചറിൽ എന്തൊക്കെ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഒരു ചിത്രം വന്നാൽ ആദ്യം ചിത്രം നിങ്ങൾ എന്താണെന്ന് നിങ്ങളെ മനസ്സിൽ കാണണം. കണ്ടോ, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു പ്ലാന്റ് ഉണ്ട് അല്ലേ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏതോ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചറാണോ ഇത്, നിങ്ങൾ ആലോചിച്ചെടുക്കുക. അങ്ങനെ ഒരു പിക്ചർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അതോ അത് പുറത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണോ എന്നൊക്കെ ആലോചിക്കുക. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗേൾ. ആ ഗേളിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അപ്പോൾ നിങ്ങൾ പഠിച്ച പാടാണ് അല്ലേ, മിൻസ. ഹൂ ഗിഫ്റ്റഡ് ഹെർ ദ ബോക്സ്. ആ ബോക്സ് ആരാണ് ആ കുട്ടിക്ക് സമ്മാനമായിട്ട് കൊടുത്തിയത്? അങ്കിളാണ്. വാട്ട് ഡിഡ് ഷീ ഫൈൻഡ് ഇൻസൈഡ് ദ ബോക്സ്. ആ ബോക്സിൽ നിന്ന് എന്താണ് അവൾ കണ്ടെത്തിയത്? എ സ്മോൾ പ്ലാന്റ് ഇൻ എ പോട്ട് അല്ലേ. ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് ഒരു പോട്ടിൽ അല്ലേ. മിസ്ന ടച്ച്ഡ് ദ ഫ്ലവർ. വാട്ട് ഹാപ്പൻ ടു ദ ഫ്ലവർ ദെൻ. മിസ്ന ആ ഫ്ലവർ ടച്ച് ചെയ്തപ്പോൾ എന്താണ് ഫ്ലവറിന് സംഭവിച്ചത്? ചേഞ്ച്ഡ് കളേഴ്സ്. ആ കളേഴ്സ് മാറി അല്ലേ. ഫ്ലവറിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നന്ദനയും പിങ്കാലയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്, സംഭാഷണം തയ്യാറാക്കാൻ. ഹായ് പിങ്കള, ഗുഡ് മോർണിംഗ്. പിങ്കാല എന്താ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് നന്ദന. നന്ദന അപ്പം എന്താ പറഞ്ഞത്? വെർ ഈസ് യുവർ പ്ലാന്റ്. എവിടെ നിൻ്റെ പ്ലാന്റ്? പിങ്കാല എന്താ പറഞ്ഞത്? മൈ സീഡ് ഈസ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. അപ്പോൾ പറയുന്നത് എന്താ? എൻ്റെ സീഡ് പുറത്തേക്ക് വന്നില്ല. നന്ദന വാട്ട് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചത്? അപ്പോൾ പിങ്കാല എന്താ പറഞ്ഞത്? ഐ ട്രൈ ടു ബെസ്റ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. എനിക്ക് കഴിയുന്നത് നല്ലതുപോലെ നോക്കി, പക്ഷെ അത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പോസ്റ്ററാണ്. വൺ ഡേ അന്ന ആൻഡ് ഹെർ ഫ്രണ്ട് വെൻറ്റ് ടു ദ സ്ട്രീം. അന്നയും അവളുടെ ഫ്രണ്ടും കൂടെ സ്ട്രീമിൽ എങ്ങനെ നടക്കുകയായിരുന്നു അല്ലേ. സ്ട്രീമിലെത്തി. ദേ സോ എന്താണ് കവേർഡ് വിത്ത് വേസ്റ്റ് അല്ലേ. ഒരു എന്താണ് പറയുന്നത്, പിക്ചറിൽ കാണില്ലേ നിങ്ങളെ? കുറേ വേസ്റ്റ് അടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. ദേ ഡിസൈഡ് ടു പ്രിപ്പയർ എ പോസ്റ്റർ. അപ്പോൾ ആ വേസ്റ്റ് ഇങ്ങനെ തള്ളിക്കുന്നത് കണ്ടപ്പോൾ അവരെന്ത് വിചാരിച്ചു? ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ പ്രിപ്പയർ എ പോസ്റ്റർ എഗെയിൻസ്റ്റ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ വാട്ടറിലേക്ക് ആ വേസ്റ്റ് തള്ളിയതാണ് അവർ കണ്ടത് അല്ലേ. അതിനെതിരായിട്ട് അവർ പോസ്റ്റർ നിർമ്മിച്ചു അല്ലേ. പോസ്റ്റർ ആകുമ്പോൾ നല്ല ആകർഷണത്തോടു കൂടിയുള്ളതായിരിക്കണം പോസ്റ്റർ അല്ലേ. നിങ്ങൾക്കറിയാം പോസ്റ്റർ, നമ്മളൊരു പോസ്റ്റർ ശ്രദ്ധ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താവണം? ആ പോസ്റ്റർ വളരെ മനോഹരമായിട്ട് നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാവണം. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള പോസ്റ്റർ മേക്കിംഗ് ചെയ്യാൻ നോക്കുക. ഇനി ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ സ്റ്റോറി തന്നിട്ടുണ്ട്. ആ സ്റ്റോറി തന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ആ പിക്ചറിൽ കണ്ട ഓരോ ഈവൻറ്റ്സ് വെച്ചിട്ടും നിങ്ങളോട് ആ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എലിഫൻറ്റും ഹണിബിയും തമ്മിലുള്ള ഒരു പിക്ചർ സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. ഇതുപോലെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതന്നെ വരും കേട്ടോ. അപ്പോൾ എലിഫൻറ്റ് ആൻഡ് ദ ഹണിബി, നമ്മൾ ഒരു കഥ എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് വേണം അല്ലേ. അപ്പോൾ ഒരു ഹെഡിങ് ടൈറ്റിൽ കൊടുത്തു. വൺ ഡേ ആൻ എലിഫൻറ്റ് വാസ് വാക്കിംഗ് ത്രൂ എ ഗാർഡൻ. ഒരു ദിവസം എലിഫൻറ്റ് ഗാർഡനിലൂടെ നടക്കുകയായിരുന്നു. സഡൻലി ഹി സോ എ ഹണിബി ക്രൈയിങ്. പെട്ടെന്നാണ് അവന് ഒരു ഹണിബി കരയുന്നത് കണ്ടത്. എലിഫൻറ്റ് ആസ്ക്ഡ് വൈ യു ആർ ക്രൈയിങ് മൈ ഫ്രണ്ട്. എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചു. ഷീ സെഡ് ഐ ലോസ്റ്റ് മൈ വേ. എനിക്ക് എൻ്റെ വഴി തെറ്റി. ഐ വാണ്ട് ടു ഗോ ഹോം. എനിക്ക് വീട്ടിലേക്ക് പോകണം. ദ എലിഫൻറ്റ് സൈഡ് ഹി വിൽ ഹെൽപ്പ് ഹെർ. ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ബട്ട് ഹി ഡിഡ് നോട്ട് നോ ഹെർ ഹോം.
പക്ഷെ അവൾക്ക് വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഷോഡ് എ നെസ്റ്റ് ആൻഡ് ആസ്ക്ഡ് ദിസ് യുവർ ഹോം. ആദ്യം ഒരു നെസ്റ്റ് കണ്ടു, ഇതാണോ നിൻ്റെ വീടെന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ഷീ റിപ്ലൈഡ് നോ ഇറ്റ്സ് എ നെസ്റ്റ്, എ ബേർഡ് ഹോം. അതൊരു ബേർഡ്സിൻ്റെ ഹോമാണ്. ഹി ദെൻ ഷോഡ് എ ഹോം. പെട്ടെന്ന് വേറൊരു വീട് കാണിച്ചു കൊടുത്തു. ബട്ട് ഇറ്റ് വാസ് എ ബാറ്റ്സ് ഹോം, അല്ലേ, ഒരു വവ്വാലിൻ്റെ അല്ലേ, ബാറ്റ്സിൻ്റെ ഹോം ആയിരുന്നു. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ഹെർ ഹോം. അങ്ങനെ അവസാനം അവളുടെ വീട് കണ്ടെത്തി. ഷി വാസ് വെരി ഹാപ്പി. ഷീ താങ്ക്ഡ് ഹിം. അങ്ങനെ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ എലിഫൻറ്റിനോട് എന്ത് പറഞ്ഞു? നന്ദി പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പാഠമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ ഓരോ പിക്ചർ തരും, അത് ഓർഡറിലാക്കാൻ പറയും അല്ലേ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞിട്ട് ഓർഡറിലത് നിങ്ങളെ പിങ്കാല എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറി പിക്ചറാണ്. അപ്പോൾ അത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? പിങ്കാല ഡിഗ്ഡ് ദ ലാൻഡ് ആൻഡ് പ്ലാന്റ്സ് ദ സാപ്ലിങ്സ് അല്ലേ. ആദ്യം എന്താണ്? ആദ്യം പിങ്കാല മണ്ണ് കുഴിച്ചിട്ട് ആ സാപ്ലിങ്സ് നടുന്നതാണ് അല്ലേ. അങ്ങനെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. പിന്നെ ഹി പ്ലാന്റ്സ് ദ സാപ്ലിങ്സ് കെയർഫുള്ളി. സാപ്ലിങ്സ് ആദ്യം മണ്ണ് ഉഴുതു, പിന്നെ സാപ്ലിങ്സ് നട്ടു, പിന്നെ എന്താണ്, അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, പിന്നെ അത് വലുതായി അല്ലേ. അതിന്ന് ഒരുപാട് എന്താണ് സീഡ്സൊക്കെ കിട്ടി അല്ലേ. അപ്പോൾ ഇത്രയാണ് നിങ്ങളെ പാഠവുമായി ബന്ധപ്പെട്ടിട്ടും നിങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് വരും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സെയിം മോഡൽസുള്ള വേറെ ക്വസ്റ്റ്യൻസ് തരും. പിന്നെ അതുപോലെ നിങ്ങൾ നന്നായിട്ട് പാഠഭാഗത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കി പോവുകയാണ് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.